Welcome to BSc Main Physics, Paper 4, Atomic and Molecular Physics, Unit 1, Vector Atom Model. Today's class is 10th class from Vector Atom Model, and today the topic is electronic configuration and periodic table. Electronic configuration of atoms and periodic table, semester 5, class number 10. Electronic configuration of and periodic table, atomic and molecular physics. So this is actually an application of the quantum numbers and the Pauli's exclusion principle. Electronic distribution in various orbits of atom. ആറ്റമിൻ്റെ ഒരു ഓർബിറ്റിലും നമുക്കറിയാം ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ് എന്നിങ്ങനെ അറ്റോമിക് ഓർബിറ്റൽസ് ആറ്റത്തിലുണ്ട്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, ഇങ്ങനെ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വെച്ച് വരാം എന്നുള്ളത് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വേരിയസ് ഓർബിറ്റ്സ് ഓഫ് ആറ്റം. ആറ്റമുകളിലെ ഓരോ ഓർബിറ്റിലും എത്ര ഇലക്ട്രോൺ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ കൂടിയാണ്. ആപ്ലിക്കേഷൻ ഓഫ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇതിനെ കരുതിയാൽ മതി. ദ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എനേബിൾസ് us to calculate the number of electrons that can occupy in a given shell. ഒരു ഷെല്ലിൽ, ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് വരാം എന്നുള്ളത് ഈ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. Accordingly, the maximum number of electrons in K shell is 2, in L shell is 8, M shell 18, in N shell 32 and so on. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ഓരോ ഓർബിറ്റിലും ഉള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ചാൽ കെ ഓർബിറ്റിൽ പരമാവധി 2 ഇലക്ട്രോൺ, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32, അങ്ങനെ പോവുക. അപ്പം അതിനൊരു റൂളുണ്ട് കേട്ടോ, റൂള്. That is maximum number of electrons that can be accommodated in a shell with the principal quantum number n equal to 2n square. ഇപ്പോൾ 2, 8, 18 എന്നുള്ള ആ സംഖ്യാ ശ്രേണിയെ നമുക്ക് 2n സ്ക്വയർ എന്ന് പറയുന്ന ഒരു ജനറൽ ഫോർമുല കൊണ്ട് സൂചിപ്പിക്കാം. n 1 ഇട്ടാൽ 2 കിട്ടും, n 2 ഇട്ടാൽ നമുക്ക് 8 കിട്ടും, n 3 ഇട്ടാൽ നമുക്ക് 18 കിട്ടും. അങ്ങനെയുള്ള ആ ശ്രേണിയെ നമുക്ക് 2n സ്ക്വയർ, സീരീസിനെ 2n സ്ക്വയർ കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. That is the maximum number of electrons that can be accommodated in a shell with the principal quantum number n equal to 2n square. The distribution of electrons in various states, shells and subshells, various states according to the Pauli's principle is given in the following table. Various states ആയിട്ടാ, എസ് വേണമെന്നില്ല. The distribution of electrons in various states, എസ് അങ്ങ് മാറ്റിയേക്കുക. The distribution of electrons in various states is given by Pauli's exclusion principle. അതൊരു ടേബിളിലൂടെ ആണ് നമ്മൾ കാണിക്കുന്നത്. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വരാം, അവയുടെ ക്വാണ്ടം നമ്പർ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു അറ്റോമിക് സിസ്റ്റത്തെ, ഒരു ആറ്റത്തെ ഇലക്ട്രോൺ കോൺഫിഗറേഷനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ 4 ക്വാണ്ടം നമ്പർ മതി. നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ആറ്റമുകളിലെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 4 ക്വാണ്ടം നമ്പർ മതി, എൻ, എൽ, എം, എൽ, എം, എസ്. അപ്പോൾ അത് ഓരോ ഇലക്ട്രോണിനും എത്ര വെച്ച് വരാം എന്നുള്ളതാണ് ഈ ടേബിൾ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ എൻ, എൽ, എം, എൽ, എം, എസ് എന്ന് പറയുന്ന 4 ക്വാണ്ടം നമ്പർ എഴുതിയിരിക്കുന്നത്. അഞ്ചാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് number of electrons in a subshell with spectroscopic notation. ഒരു സബ്ഷെല്ലിൽ വരാവുന്ന ഇലക്ട്രോണിൻ്റെ മാക്സിമം എണ്ണവും അതിൻ്റെ സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷനുമാണ്. അവസാനം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ്, അത് 2n സ്ക്വയർ റൂളാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ് n1, ഫസ്റ്റ് ഓർബിറ്റ്, അന്നേരം L 0 ആയിരിക്കും. ഇവിടെ L 0 ആണ്, M 0 ആയിരിക്കും. ഓരോ എം എൽ വാല്യൂവിനും എം എസിന് 2 വാല്യൂ വരാം, 1/2 - 1/2. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലുള്ള 2 ഇലക്ട്രോണാണ് വരാവുന്നത്. അവിടെ ക്വാണ്ടം നമ്പേഴ്സ് യഥാക്രമം 1 0 0 ഹാഫ്, 1 0 0 -1/2 ആണ്. അപ്പോൾ ഈ 4 ക്വാണ്ടം നമ്പറിൽ ഒരു ക്വാണ്ടം നമ്പർ വ്യത്യാസം വന്നു.
അങ്ങനെ ഒന്ന് വ്യത്യാസം വരണം, അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യും. അതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് ഓർബിറ്റിലെ 4 ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ N, L, Ml, Ms എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒന്നാമത്തെ ഇലക്ട്രോണിന് 100 പ്ലസ് ഹാഫ്, രണ്ടാമത്തതിന് 100 മൈനസ് ഹാഫ്. ഒരെണ്ണം വ്യത്യാസം വന്നില്ലേ? അതുകൊണ്ട് 2 ഇലക്ട്രോണിൽ ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുക. നേരെ മറിച്ച് ഈ 4 നമ്പരും ഒരുപോലെ വന്നാൽ ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. ഫസ്റ്റ് ഓർബിറ്റിൽ പരമാവധി വരാവുന്ന 2 ഇലക്ട്രോണാണ്. അവയെ സൂചിപ്പിക്കുന്നത് 1s2 എന്നുള്ള ഒരു സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷൻ അനുസരിച്ചാണ്. 1 നേരെയാണ് എഴുതിയിരിക്കുന്നത്, പിന്നെ 2 എന്നുള്ളത് റേസ് 2 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അർത്ഥത്തിലുള്ള 1 ഫസ്റ്റ് ഓർബിറ്റിൻ്റെ എണ്ണം N=1 എന്നുള്ളതാണ്. എസ് എന്ന് പറഞ്ഞാൽ L0 കാണിക്കുന്ന SPDF L012 നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ എസ് L വാല്യൂ കാണിക്കുന്ന, ആ മുകളിൽ കാണുന്ന 2 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണിക്കുന്നത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ആകെ 2 ഇലക്ട്രോൺസ് ആണ് ഫസ്റ്റ് ഓർബിറ്റിൽ വരാവുന്നത്. അപ്പോൾ സെക്കൻഡ് ഓർബിറ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. സെക്കൻഡ് ഓർബിറ്റ് ഇപ്പോൾ അവിടെ N2 ആണ്. അത് 2 പ്രത്യേകം കേസാണ്. N2 ആണെങ്കിൽ L0 വരാം, 0യും 1 വരാമല്ലോ, അങ്ങനെയാണ്. N2 ആണെങ്കിൽ L0യും 1 വരാം. L0 ആണെങ്കിൽ ML0 ആയിരിക്കും, അതിന് +1/2 -1/2 ഉണ്ട്. അപ്പോൾ വരാവുന്നത് 200 പ്ലസ് ഹാഫ്, 200 മൈനസ് ഹാഫ്, 2 ഇലക്ട്രോൺ. അത്ര ഇലക്ട്രോണെ 2s2 ഇലക്ട്രോൺ എന്ന് പറയും. 2s2 ഇലക്ട്രോൺ. ആ 2s2 അർത്ഥം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർബിറ്റിൽ എസ്റ്റേറ്റ് ഇലക്ട്രോൺ, L0 ഇലക്ട്രോൺ, അത് 2 എണ്ണം ഉണ്ട്. പിന്നെ സെക്കൻഡ് ഓർബിറ്റിൽ തന്നെ L വാല്യൂ 1 വരുമല്ലോ, അത് P ഇലക്ട്രോൺ 1 വരും. 1 വന്നാൽ MLൻ്റെ വാല്യൂ 2l+1 വാല്യൂ ആണ്. 2l+1 വാല്യൂ ആണ്. അപ്പോൾ 3 വാല്യൂ വരും. അവ ഏതൊക്കെയാണ്? +1 അല്ലെങ്കിൽ -1, 0+1. ഓരോ വാല്യൂവിനും MS 2 വിലയില്ലേ, 1/2 -1/2. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ 6 ഇലക്ട്രോൺ വരാം. ആ 6 വാല്യൂ ഏതൊക്കെയായിരിക്കും? 2 1 -1 പ്ലസ് ഹാഫ്, 2 1 -1 മൈനസ് ഹാഫ്, 2 എണ്ണം. അതുപോലെ 2 1 0 പ്ലസ് ഹാഫ്, 2 1 0 മൈനസ് ഹാഫ്, അടുത്ത 2 എണ്ണം. അടുത്തത് 2 1 +1 പ്ലസ് ഹാഫ്, 2 1 +1 മൈനസ് ഹാഫ്. അങ്ങനെ 6 ഇലക്ട്രോൺ വരാം. ആദ്യ ഇലക്ട്രോൺ നമ്മൾ 2p6 ഇലക്ട്രോൺ എന്ന് പറയും. 2p6 ഇലക്ട്രോൺ. ആ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർബിറ്റ്, P എന്ന് പറഞ്ഞാൽ L വാല്യൂ 1, ആകെ ഇലക്ട്രോൺ 6. ഇത് രണ്ടും ഈ 2s2 2p6 സെക്കൻഡ് ഓർബിറ്റിലാണ്. 2s2 2p6 സെക്കൻഡ് ഓർബിറ്റിലാണ്. അപ്പോൾ അവിടെ വരാവുന്ന പരമാവധി എണ്ണം 8 ഇലക്ട്രോണാണ്. അപ്പോൾ സെക്കൻഡ് ഓർബിറ്റ് 8 ഇലക്ട്രോൺ കൊണ്ട് ഫില്ല് ചെയ്യും. ഇനി തേർഡ് ഓർബിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ L വാല്യൂ 3 ആണ്, L വാല്യൂ 0 1 2 വരും. അപ്പോൾ ML വാല്യൂ 0 ആദ്യത്തത്, പിന്നെ -1 0 +1, പിന്നെ -2 -1 0 +1 +2. അപ്പോൾ 2 6 10 ഇലക്ട്രോൺ വരും. പരമാവധി 18 ഇലക്ട്രോൺ വരും. ഇങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആറ്റമുകളുടെ. അപ്പോൾ ചില കോൺഫിഗറേഷൻ ചിലപ്പോൾ ചോദിക്കാൻ കേട്ടോ നമുക്ക് പരീക്ഷയ്ക്ക്. 1-2 കോൺഫിഗറേഷൻ പറയാൻ പറഞ്ഞാൽ എഴുതാൻ പഠിക്കണം. ടേബിൾസിനകത്തുണ്ട്. ടേബിൾസിനകത്ത് പേജ് നമ്പർ 55 കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കത് നോക്കി പറയാവുന്നതാണ് പരീക്ഷയ്ക്ക്. ടേബിൾസിലെ പേജ് നമ്പർ 55 എല്ലാ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ ഫ്യൂ ആറ്റംസ് ആർ ഗിവൺ ബിലോ. ബോറോൺ എന്ന് വെച്ചാൽ 1s2 2s2 2p ആണ്. 1s2 2s2 2p. 5b10 ആണ്. 5 ഇലക്ട്രോൺ ഉള്ളത്. 2 s ഇലക്ട്രോൺ, 2 s ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിൽ, 2 s ഇലക്ട്രോൺ സെക്കൻഡ് ഓർബിറ്റിൽ, 1 ഇലക്ട്രോൺ സെക്കൻഡ് ഓർബിറ്റിൽ p സ്റ്റേറ്റ്. കാർബൺ Z6 ആണ്, മറ്റേ Z5. Z6 ആകുമ്പോൾ 1s2 2s2 2p2. നൈട്രജൻ Z7 ആണ്. Z അറ്റോമിക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ പ്രോട്ടോൺസ്. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് സൂചിപ്പിക്കുന്നത്. നൈട്രജൻ 7n14 ആണല്ലോ. അപ്പോൾ N ആണ്, 7 ഇലക്ട്രോൺ, 1s2 2s2 2p3. ഓക്സിജൻ Z8 ആണ്, 1s2 2s2 2p4. ഫ്ലോറിൻ Z9 ആണ്, 9f19 ആണ് ഫ്ലോറിൻ. അപ്പോൾ അത് 1s2 2s2 2p5. നിയോൺ Z10 ആണ്, ഇനർട്ട് ഗ്യാസ് ആണ്, 1s2 2s2 2p6. 1s2 2s2 2p6 ആണ്. അവസാനത്തെ ഓർബിറ്റ് 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആണ്. ഇനർട്ട് ഗ്യാസ് സ്ട്രക്ചറാണത് നിയോൺ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊരു നോട്ട്. പീരിയോഡിക് ടേബിൾ എന്നുള്ളത്
പ്രത്യേകം സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടേബിളൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല, ഒരു ഫ്യൂ സെൻറ്റൻസ് മാത്രം എഴുതാൻ പഠിച്ചാൽ മതി. റൈറ്റ് എ നോട്ട് ഓൺ പീരിയോഡിക് ടേബിൾ ഓർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ചെറിയൊരു പാരഗ്രാഫ് എഴുതാൻ തയ്യാറായിരിക്കണം. എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ച് കാണും. അപ്പം അത്രയൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വെക്ടറാക്റ്റം മോഡലും അതുപോലെ ഈ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും എങ്ങനെ വിദഗ്ധമായിട്ട് ഈ ടേബിൾ തയ്യാറാക്കുന്നതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ആപ്ലിക്കേഷൻ ഓഫ് പോലീസ് പ്രിൻസിപ്പിൾ ആൻഡ് ദ വെക്ടറാക്റ്റം മോഡൽ ഇൻ പ്രിപ്പയറിംഗ് periodic table, that is the subject under discussion. The elements in the universe are arranged conveniently in a table called a periodic table. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ എലമെൻറ്റുകളെയും സൗകര്യമായിട്ട് നമ്മൾ ഒരു ടേബിളിൽ ക്രമീകരിക്കും. ആ ടേബിളിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ. The periodic table was first drawn up by Mendeleev in 1871. Mendeleev എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് 1871 ഈ ടേബിൾ തയ്യാറാക്കിയത്. അതിൻ്റെ പ്രാധാന്യം ഓർക്കുക. ഇത് 19ാം നൂറ്റാണ്ടിലെ ഒരു ഡിസ്കവറിയാണെന്ന് പറയാം. ഇപ്പം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രസക്തി കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അത് കാരണം നമുക്ക് പറയാൻ പറ്റും, ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇൻജീനിയസ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. ശരിക്കും ബുദ്ധി വൈഭവം വേണ്ട ഒരു കണ്ടുപിടുത്തമാണ് ഈ പീരിയോഡിക് ടേബിളിൻ്റെ നിർമ്മിതി. ആ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രാധാന്യം ഇന്നും കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. The periodic table was first drawn up by Mendeleev in 1871 and later it was perfected by Moseley. മെൻഡലീഫാണ് ഇത് തയ്യാറാക്കുന്നത്. മോസ്ലി പിന്നീട് അതൊന്ന് സമ്പൂർണ്ണമാക്കും, അതൊന്ന് പെർഫെക്റ്റ് ചെയ്യും, കുറവുകൾ പരിഹരിക്കും. The table consists of 7 horizontal rows called periods in which the chemical and physical properties of elements vary as a periodic function of their atomic numbers. അപ്പോൾ ആദ്യം തയ്യാറാക്കിയ ടേബിൾ, ഇപ്പോൾ ടേബിളിൻ്റെ ലുക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ഫോമൊക്കെയാണ്. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ലോങ് ഫോം അല്ല. നേരത്തെയുള്ള ഫോമിനകത്ത് 7 ഹോറിസോണ്ടൽ റോസ് കാണും. അവയെ പീരീഡ് എന്ന് പറയും. 7 വെർട്ടിക്കൽ കോളംസ് കാണും. 7 വെർട്ടിക്കൽ കോളംസ് 7 ഹോറിസോണ്ടൽ റോസ്, അതിനെ പീരീഡ്. 7 വെർട്ടിക്കൽ കോളംസ് അതിനെ ഗ്രൂപ്പ് എന്ന് പറയും. അല്ല, 9 വെർട്ടിക്കൽ കോളംസ്. 9 വെർട്ടിക്കൽ കോളംസ് അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയും. ഗ്രൂപ്പ്സ്. ഇപ്പം പീരീഡ്സും ഗ്രൂപ്പ്സും. റോസിനെ വിളിക്കുന്ന പേരാണ് പീരീഡ്, അത് 7 എണ്ണം. വെർട്ടിക്കൽ കോളത്തെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്, അത് 9 എണ്ണം. 7 periods and 9 groups. 7 rows and 9 columns. Each group contains elements exhibiting very similar properties. ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെൻറ്റുകളാണ് ഓരോ ഗ്രൂപ്പിലും വരുന്നത്. എലമെൻറ്റ്സ് ലൈക്ക് ഹൈഡ്രജൻ, lithium, sodium, potassium, rubidium and cesium containing 1 valence electron in their respective atoms are arranged in group 1. ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഈ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം പോലെയുള്ള എലമെൻറ്റുകളാണ്. എലമെൻറ്റ്സിലേക്ക് മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേറിയം ആൻഡ് റേഡിയം containing 2 valence electrons come under group 2. ഗ്രൂപ്പ് 2-ലെ എലമെൻ്റാണ് മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേറിയം ആൻഡ് റേഡിയം. ഹാലജൻസ്, ഈ ക്ലോറിൻ, ഫ്ലോറിൻ, ഹൈഡ്രജൻ പോലെയുള്ള ഹാലജൻസ് containing 7 valence electrons find their positions in group 7. The inert gases helium, neon, argon, krypton, xenon and radon form the 0 group. ഇനി എന്താണ് നമ്മുടെ ഇവിടുത്തെ പ്രാധാന്യം? അതാണ് ഇമ്പോർട്ടൻറ്റ്. The Vector model in association with the Police exclusion principle has provided a strong support to the periodic classification elements. That's the important sentence. The Vector model in association with, in conjunction with the Police
exclusion principle has provided strong support to the classification elements. വെക്ടർ മോഡലും പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരുമിച്ച് ഈ പീരിയോഡിക് ക്ലാസിഫിക്കേഷന് വളരെ വലിയ സപ്പോർട്ടാണ് നൽകിയത്. അതാണ് ഇവിടെയുള്ള കാതലായ സെൻറ്റൻസ്. അപ്പോൾ റൈറ്റ് എ നോട്ട് ഓൺ പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും കാര്യം എഴുതാൻ പഠിച്ചിരിക്കണം. ഒരു 3 സ്ലൈഡായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. റൈറ്റ് എ നോട്ട് ഓൺ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെല്ലാം ഞാനൊന്ന് ക്രോഡീകരിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ ചോദിക്കാവുന്നത്? റൈറ്റ് എ നോട്ട് ഓൺ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓർ എക്സ്പ്ലെയിൻ പീരിയോഡിക് ടേബിൾ. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ആ മുകളിലത്തെ 3 സ്ലൈഡ് പറഞ്ഞാൽ മതി. അടുത്ത ഗീവ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്യൂ എലമെൻറ്റ്സ്. ഇപ്പോൾ ഫ്യൂ എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പഠിച്ചാൽ മതി. നമ്പർ 4, ഗീവ് ദി ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഡിയം, മെഗ്നീഷ്യം ആൻഡ് അലൂമിനിയം. ആ ടേബിൾസ് പേജ് 55 എങ്കിലും ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ആ ടേബിൾ 55 നോക്കിയിട്ട് ഇതുമായിട്ടൊന്ന് ഒത്തു നോക്കുക. സോഡിയം ആണെങ്കിൽ Z11 ആണ്. അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ ഇതാണ്. 1s2, 2s2, 2p6, 3s. അപ്പോൾ 6, 4, 10 പറയുന്നത് 3s ഒരു ഇലക്ട്രോണാണ്. അതിൻ്റെ വാലൻസി 1 ആണ്. മെഗ്നീഷ്യം Z12 ആണ്. അപ്പോൾ അത് 1s2, 2s2, 2p6, 3s2 ആണ്. അലൂമിനിയം വാലൻസി 3 ആണ്. അപ്പോൾ അത് വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p. ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇത്രയും കോൺഫിഗറേഷൻ ഓർക്കുക. പിന്നെ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിൾസ് നോക്കി തനിയെ എഴുതാവുന്നതാണ്. That is all with your 10th lecture on atomic and molecular physics. Thank you very much.